ബ്രിട്ടീഷ് പൊതു തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയനായി മലയാളിയുടെ വിജയം. കോട്ടയം സ്വദേശിയായ സോജൻ ജോസഫാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക സീറ്റ് പിടിച്ചെടുത്തത്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് എത്തുന്ന ആദ്യ മലയാളി കൂടിയാണ് സോജൻ. ഓണം തുരത്ത് സോജന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഷിനോജ് ചേരുന്നു. ഷിനോജ്, ഒരുപാട് സന്തോഷത്തിലായിരിക്കും കുടുംബാംഗങ്ങൾ, അല്ലേ? തീർച്ചയായും മോത്തി, വളരെ സന്തോഷത്തിൽ തന്നെയാണ് കോട്ടയം ഓണംതുരത്തിലെ സോജന്റെ കുടുംബം. കാരണം ആദ്യമായി ഒരു മലയാളി വിജയിച്ച് കയറുമ്പോൾ അതിനൊരു സന്തോഷം ഈ കുടുംബത്തിന് പറഞ്ഞറിയിക്കാവുന്ന അപ്പുറമാണ്. എനിക്കിപ്പോൾ അതിനോടൊപ്പം സോജന്റെ പിതാവും അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ ചേരുകയാണ്. വളരെ സന്തോഷമായി, അല്ലേ? ഒത്തിരി സന്തോഷമുണ്ട്. പ്രതീക്ഷയുണ്ടായിരുന്നു ഞങ്ങൾക്ക് എത്രയായാലും. കാരണം എന്താണെന്ന് വെച്ചാൽ 21 വർഷത്ത് അവിടെ പ്രവർത്തിച്ചു. എന്നാൽ ആദ്യകാലത്ത് ഞങ്ങൾ ഇത്ര വിചാരിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുള്ളി പാർട്ടിയിലൊക്കെ ചേരുകയും പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും പ്രോത്സാഹനം കൊടുക്കുമായിരുന്നു. എന്തു വേണമെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ രീതി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ ഇളയ സഹോദരൻ ഇങ്ങനെ ഒരു വലിയ മികച്ച പൊസിഷനിൽ എത്തിയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. വിളിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. വന്ന് നേരി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പിതാവാണ് ജോസഫ് ഏട്ടൻ. എടാ, സന്തോഷമായി ഭയങ്കര സന്തോഷമായി. വിളിച്ചപ്പോൾ എന്താ പറഞ്ഞേ? വിളിച്ചപ്പോൾ ഞാൻ ആരും കഴിച്ച് 2 ദിവസം കിടക്കാൻ പോകുന്ന പോയി ഇത്രേ പറഞ്ഞു അങ്ങ് പോയുള്ളൂ. പിന്നെ ടെൻഷനായിരുന്നു. ജയിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ജയിക്കുന്ന ഒടുവിലായപ്പോൾ ഉറപ്പായി. എല്ലാവരും പറഞ്ഞു അവൻ്റെ ഒരു സഹോദരി അവിടെയുണ്ട്. അപ്പോൾ ആ സഹോദരി അവൻ്റെ ഭർത്താവും ഒക്കെ പറഞ്ഞു, പക്ഷേ ഒന്നുകൊണ്ട് പേടിക്കണം, ഉറപ്പായിട്ട് സോയം ജയിക്കുന്നു പറഞ്ഞു. അവരോട് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി. ഈ പഠിച്ചതൊക്കെ കെ കോളേജിലായിരുന്നു. പഠിച്ച സമയത്ത് രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, എന്നാൽ ആ കാലത്ത് രാഷ്ട്രീയത്തിനും പോയി. അവിടെ ചെന്നപ്പോൾ രാഷ്ട്രീയം പോയതൊക്കെ ഉള്ളൂ. ഇവിടെ ഒന്നും പറഞ്ഞില്ല. ഇവിടെ കൈപ്പഴ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ് പിന്നെ നേഴ്സിങ്ങിന് പോയി ബാംഗ്ലൂർക്ക്. അതൊക്കെ പോയിട്ടുള്ളൂ, വേറെ ഒന്നും പോയിട്ടില്ല. ഈ ചിഹ്നം റോസാപ്പുമായിരുന്നു സോജന്റെ. അത് അവൻ്റെ അമ്മയ്ക്ക് ഇന്നലെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇങ്ങനെയുണ്ടോ? ഇനി എന്നാ വരുന്നതെന്നല്ലോ പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും വളരെയധികം സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഒക്കെ തന്നെയാണ് ഈ സോജന്റെ വീട് എന്ന് പറയുന്നത്. അതിനൊപ്പം പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ നമുക്കും സന്തോഷം. ഷിനോജ്, ഈ കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ, അങ്ങനെ കുടുംബാംഗങ്ങൾ ഓർത്തു വയ്ക്കുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടോ അവിടെ വീട്ടിൽ നമുക്ക് കാണാനായി? തീർച്ചയായും മോത്തി, കാരണം കഴിഞ്ഞ ഒരു 21 വർഷമായിട്ട് സോജൻ UK-യിലാണെങ്കിൽ കൂടി വളരെയധികം ഓർമ്മകളൊക്കെ തന്നെ ഉണ്ട്. കാരണം പഠിച്ചതൊക്കെ KE കോളേജ് മാന്നാനത്തായിരുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലാണ് നഴ്സിംഗ് പൂർത്തിയാക്കുന്നത്. അതിനുശേഷമാണ് ബ്രിട്ടനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓർമ്മകളൊക്കെ ഒരുപാടുണ്ട്. ചേച്ചി, ഈ സോജനുമായി ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? സോജൻ കൊച്ചിലെ നല്ല ആക്റ്റീവ് ആയിരുന്നു. അവൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വളരെ ഡ്രാമ ഒക്കെ ഓർഗനൈസ് ചെയ്യാനുള്ളൊരു കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. പഠിക്കുന്ന സമയത്ത് നല്ല മിടുക്കനായിരുന്നു. പഠിക്കുന്ന കാലത്ത് നല്ല ക്ലാസ്സിലൊക്കെ നല്ല ഹൈ സ്കോർ മേടിച്ചിരുന്ന ആൾ തന്നെ. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് അവൻ നഴ്സിങ്ങിന് അംബേദ്കർ മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെയും നല്ല വിജയം എടുത്തിട്ടാണ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഓർമ്മകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. നമ്മൾ സാധാരണ പിള്ളേരുടെ പോലെ അങ്ങനെയുള്ള. ഈ അപ്പനോട് തന്നെ ചോദിക്കാം, ചേട്ടാ, ഈ മകനുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എങ്ങനെ എന്ന് വെച്ചാൽ ഈ തല്ലിപ്പള്ളി വികൃതൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? വികൃതിയൊക്കെ അതൊന്നും അവനോട് ഇല്ല. ഇവിടെ ഇല്ല. അവിടെ ചെന്ന നമുക്കറിയാവുന്നില്ല. ഇവിടെ അവൻ 10 ഡീസൻ്റ് ആയിരുന്നു. പിന്നെ പണിയാത്ത അല്ല. പിന്നെ ഇവിടെ ബാംഗ്ലൂർ നേഴ്സിംഗ് 4 വർഷം കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവൻ UK-ക്കും പോയി. പഠിക്കുന്ന സമയത്ത് കുസൃതിയൊന്നും ഇല്ലായിരുന്നു. പഠിക്കുന്നത് അന്നത്തെ കാലത്ത് പോകറിയൊന്നുമില്ല. പിന്നീടൊക്കെ തല്ലിപ്പൊളി ആയത്. അന്നത്തെ കാലത്ത് അന്ന് വശയില്ല. അതുകൊണ്ട് വലിയ തല്ലിപ്പൊളി ഇല്ലായിരുന്നു. വിജയത്തിന്റെ കൊടിയാന്ന് പറയുന്നത്. അത് വിജയത്തിന്റെ ഒരു കൊടിയാണ്. സന്തോഷം പ്രതീക്ഷ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ. വിളിച്ച് അവൻ എല്ലാവരെയും വിളിക്കും. പ്രത്യേകിച്ച് കൺസർവേറ്റീവ് പാർട്ടി പിന്തള്ളിക്കൊണ്ട് ലേബർ പാർട്ടി ഒരു നേരത്തെ എക്സിറ്റ് പോളിലൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു വിജയം തന്നെയാണ് അവർ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയം നേരത്തെ അവർ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ശരി ഷിനോജ്.